നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറെ നാളായി ആരും ഉപയോഗിക്കാതെ ലോക്കറിലല്ലേ മണിചന്ദ്രമാല വെച്ചിരുന്നത്. ശരിക്കും അങ്ങനെ വെക്കാനുള്ളതല്ല ഈ മാല. ഇത് വെറും സാധാരണ മാലയല്ല. ഐശ്വര്യദേവി ഈ മാലയിൽ കുടികൊള്ളുന്നു എന്നാ വിശ്വാസം. ഇത് വീട്ടിലുണ്ടെങ്കിലേ അവിടെ ഐശ്വര്യം കുന്നുകൂടുമെന്നാ പറയുന്നേ. ഞങ്ങളുടെ അനുഭവം അത് തന്നെ. പണ്ട് കാലത്ത് മുത്തശ്ശിമാരെ ഇത് നിത്യവും വിളക്കിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഞാനും അത് ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോ ഈ മാല വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. 3 കോടി രൂപ വില വരുന്ന മുതലല്ലേ ഇത്. കോടിയുടെ ഈ മാല മനസമാധാനത്തോടെ എങ്ങനെ ഈ വീട്ടിൽ സൂക്ഷിക്കും? അപ്പൊ പിന്നെ ലോക്കറിൽ വെച്ച് തന്നെയല്ലേ മതിയാവൂ. കാലം അതായി പോയില്ലേ. സാരമില്ല, എന്നും പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരന്റെ മുന്നിൽ വയ്ക്കാം. അതുകൊണ്ട് ഫോട്ടോഷൂട്ടിന്റെ അന്ന് വരെ ഈ മാല ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും ആരും ഇവിടെ വന്ന് ഇത് മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ. ഈ മാല പാർവതിയാണ് അണിയുന്നതെന്ന് പറഞ്ഞപ്പോ പ്രഭാവതി എന്ത് പറഞ്ഞു? പ്രഭാവതിക്കത് താല്പര്യം തന്നെ ആയിരുന്നോ? അവളൊന്നും പറഞ്ഞില്ല. കമ്പനിയുടെ ഭരണത്തിലുണ്ടായ മാറ്റത്തില് അവളിത്തിരി എതിർപ്പ് പ്രകടിപ്പിച്ചു. കമ്പനിയുടെ റൂൾസ് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ അവളൊന്നും മിണ്ടിയില്ല. എന്തായാലും പാർവതി ഭാഗ്യമുള്ള കുട്ടിയാ. ശരിക്കും ഐശ്വര്യദേവിയെ പോലെ തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ മാല അണിയാൻ എന്തുകൊണ്ടും യോഗ്യത പാർവതിക്ക് തന്നെ. പാർവതിക്ക് അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാ മണിചന്ദ്രമാല പാർവതിക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഒന്നിനോടും അമിതാവേശം ഇല്ലാത്തത് അവളുടെ നല്ല മനസ്സ് കാരണമാ. അതുകൊണ്ടാ അവക്ക് ഈ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്നത്. അമ്മ നോക്കിക്കോ, മണിചന്ദ്രമാല അണിയുന്നതിന് ശേഷം പാർവതിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് നീ പറഞ്ഞത് ശരിയാ. ഈ മാല എപ്പോഴൊക്കെ ആരൊക്കെ അണിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. വാ മോളെ, പോവാ. ചേച്ചി, എന്താടാ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയോ? ഏയ് തുടങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ അതിലും വലിയ സംഗതികൾ അവിടെ നടക്കുന്നേ. അതെന്താ അത്ര വലിയൊരു സംഗതി? ചേച്ചി, മണിചന്ദ്രമാല എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് പഴയ മോഡലുള്ള വില കൂടിയ ഒരു മാലയാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണ്, ഐറ്റം വെരി കോസ്റ്റ്ലി ആണ്. അങ്ങനൊരു മാല ഈ വീട്ടിലുണ്ട്. ഇവിടെ മണിചന്ദ്രമാലയോ? ഉണ്ട് ചേച്ചി. നീ അതെങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ മണിചന്ദ്രമാല ഇവിടെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നൊരു മാലയാ. ഓരോരോ തലമുറയായി കൈമാറി കൈമാറി അവസാനം അത് ഗായത്രി ദേവിയിൽ എത്തിച്ചേർന്നു. ഇന്ന് പാർവതിക്കത് കൈമാറും. പാർവതി ഇന്ന് ഫോട്ടോഷൂട്ടിൽ നിൽക്കുന്നത് ആ മാല ധരിച്ചിട്ടായിരിക്കും. എടാ, ഈ വിവരങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ചേച്ചി, ഈ പ്രസ്തുത മാല പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വിജയമ്മയും രാധികയും കൂടെ ആ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെച്ചിരിക്കുക. അവരതവിടെ വെക്കുന്ന നേരത്താ ഇതൊക്കെ സംസാരിച്ചതും ഞാനത് മറിഞ്ഞെന്ന് കേട്ടതും. ചേച്ചി, ശരിക്കും ഈ മാല ആർക്കാ കിട്ടേണ്ടത്? പാരമ്പര്യമായിട്ട് കൈമാറുന്ന രീതിയാണെങ്കിൽ അത് കിട്ടേണ്ടത് ചേച്ചിക്കല്ലേ? നീ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നിന്നെ ഒരുക്കാവെന്ന് കരുതിയാ ഞാൻ വന്നത്. അപ്പോഴേക്കും നീ റെഡിയായി. അമ്മ ഒരുക്കാൻ വരുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്കിൽ ഞാൻ ഒരുങ്ങാതെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നേനെ. ഞാൻ നിന്നെ ഒരുക്കുന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാ? ആ, ഒരുക്കാനായില്ലെങ്കിലും ഞാൻ നിനക്ക് പൂ വെച്ചു തരാം. നീ പൂ വെച്ചില്ലല്ലോ.
ഈ പൂവും കൂടി വെച്ചാലേ നീ തനി അപ്സരസ് ആയിരിക്കും. ആ തിരിഞ്ഞു നിന്നേ മോളെ, ഞാൻ വെച്ചു തരാം. ആ ആ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ആ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ദേ, നാളെ നീ വിവാഹം കഴിച്ചു പോകുന്ന വീട്ടിലെ അമ്മായിയമ്മയും എന്ന് നിനക്ക് ഇതുപോലെ പൂ വെച്ച് തരും. നിങ്ങളാണല്ലോ എന്റെ അമ്മായിയമ്മ. അല്ല മോളെ, അയ്യോ ഇത്രയും സുന്ദരിയായ നിനക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലല്ലോ. പെണ്ണിന്റെ ചന്തം കൂട്ടുന്നത് പൊന്നല്ലേ മോളെ? ദേ, അവിടെ ഓരോരുത്തരും പൊന്നണിഞ്ഞാ നിൽക്കുന്നത്. എല്ലാവരുടെ കഴുത്തിലും കയ്യിലും ഒക്കെ സ്വർണ്ണമുണ്ട്. അവർക്കിടയിലേക്ക് മോള് സ്വർണ്ണം ഇല്ലാതെ പോകുന്നത് ഒരു കുറച്ചിലല്ലേ? അത് സാരമല്ല. സ്വർണ്ണം ഇല്ലാതെ ഞാൻ എന്താ ചെയ്യാ? മോളെ, ഈ അമ്മ നിനക്കൊപ്പം ഉള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് വേണ്ട സ്വർണം ഞാൻ തരും. പ്രതാപം വരട്ടെ. പ്രതാപാ, ആ ഞാൻ എത്തിയേച്ചി. ആ പ്രതാപ, അതിങ്ങ് കൊണ്ടുവന്നേ. ഇതില് നിനക്കുള്ള ആഭരണങ്ങളാ. പ്രതാപ അതൊന്ന് തുറന്നേ. ആ ആ പ്രതാപ, ആ മാല ഇങ്ങെടുത്തേ. ഇതാണ് ചേച്ചി മണിചന്ദ്രമാല. ആ. മോളെ, ഇത് 3 കോടി രൂപ വിലയുള്ള മാലയാ. 3 കോടിയോ? അതെ, 3 കോടി. ഇത് നീ കഴുത്തിലിട്ടോ. ഇത് നിനക്ക് നന്നായി ചേരും. അയ്യോ, 3 കോടിയുടെ മാലയോ? എനിക്കിതൊന്നും വേണ്ട. അതെന്താ മോളെ വേണ്ടാത്തത്? 3 കോടി എന്ന് കേട്ടപ്പോ നീ പേടിച്ചു പോയോ? പല്ലവി, നീ പേടിക്കുന്ന എന്തിനാ? ഇത് നീ മോഷ്ടിച്ചെടുത്ത് കഴുത്തിലിട്ടൊന്നും അല്ലല്ലോ, അല്ലേ? ഞാൻ മനസ്സറിഞ്ഞ് നിനക്ക് തരുന്നതല്ലേ. നീ ഇത് വേണ്ടാന്നൊന്നും പറയണ്ട. ആ, അല്ലേലും വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഇത് നീ അണിഞ്ഞേ പറ്റും. അമ്മേ, ഇത് ഞാൻ നിന്റെ കഴുത്തിൽ ഇട്ടു തരാം. തിരിഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.